കണക്ക് നോക്കുന്ന ദൈവം, കാര്യങ്ങളെ കുറിച്ചിടുന്ന ദൈവം. എസ്തറിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, മൊർദെഖായിക്ക് ബഹുമാനം വന്നത് ദിനവൃത്താന്ത പുസ്തകത്തിൽ കുറിച്ചിട്ട കാര്യങ്ങളെ രാജാവ് വായിക്കാനിടയായി. അതുകൂടാതെ ദൈവം ശൗലിനെ രാജാവാക്കിയപ്പോൾ അവനോട് പറയുന്നുണ്ട്, എന്റെ ജനം ഈജിപ്തിൽ നിന്ന് വരുമ്പോൾ അമാലേക്കർ ചെയ്തത് ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ പോയി പ്രതികാരം ചെയ്യണം. ദാവീദിന്റെ ജീവിതത്തിൽ ഇങ്ങനെ അത്ഭുതകരമായ രസകരമായ ഒരു കാര്യം ഉണ്ടായി. അദ്ദേഹത്തോട് ശിമയി എന്ന് പറയുന്ന ഒരു ബെന്യാമീന് ഭയങ്കര ദേഷ്യമായിരുന്നു. പക്ഷെ രാജാവായിരിക്കുമ്പോൾ ദേഷ്യം കാണിക്കാൻ പറ്റുകയല്ലോ. രാജ്യത്തിൽ നിന്ന് പുറത്തുപോയ സമയം വന്നു. കിട്ടിയ അവസരം അയാള് ദാവീദിനെ കല്ലെറിഞ്ഞും പൂഴിവാരി എറിഞ്ഞും ചീത്ത വിളിച്ചും നാണം കെടുത്തി. ദാവീദ് കരഞ്ഞ് തലയിൽ തുണിയിട്ടോണ്ട് നാട് വിട്ടുപോയി. ഇയാൾ ഓർത്ത് ആ പോക്ക് ഒരു പോക്കാണെന്ന് വിചാരിച്ചു. ദാവീദ് പക്ഷെ തിരിച്ചു വന്നു. രാജാവായിട്ട് വീണ്ടും തിരിച്ചു വന്നപ്പോൾ ഇയാൾ സൂത്രക്കാരനാണ്. ഇയാൾ എതിരേൽക്കാൻ ചെന്നു. അന്നത്തെ ഒരു കസ്റ്റമനുസരിച്ച് എതിരേൽക്കാൻ ചെന്ന് ഏറ്റു പറഞ്ഞാൽ അതൊരു സന്തോഷകരമായ സമയമല്ലേ, സ്വീകരിക്കും. ഇയാൾ ഉപായിയാണ്. ചെന്ന് ഏറ്റു പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഇങ്ങനെ അബദ്ധം പറ്റി. ദാവീദല്ലേ രാജാവ്, ക്ഷമിച്ചു, സത്യവും ചെയ്തു. പക്ഷെ ദാവീദ് മനസ്സിൽ കുറിച്ച് വെച്ചിരുന്നു. മരിക്കാറാകുമ്പോൾ തൻ്റെ മകനായ ശലോമോനോട് പറഞ്ഞു, മോനെ, ഇങ്ങനെ ഒരുത്തൻ എന്നോട് ചെയ്തിട്ടുണ്ട്, അവനോട് എന്താണ് ചെയ്യേണ്ടതെന്ന് നിനക്കറിയാം, നീ ബുദ്ധിമാനാണ്. ശലോമോൻ കറക്റ്റായിട്ട് ഉപായിയുടെ സൂത്രങ്ങളെ അബദ്ധമാക്കുമെന്ന് പറഞ്ഞ കണക്ക് തക്കതായ രീതിയിൽ അവനോട് പ്രതികാരം ചെയ്യും. അപ്പം നമ്മളുടെ കാര്യം എടുക്കാം. ദൈവത്തോടും മനുഷ്യരോടും ചെയ്യുന്നത് ഏറ്റുപറയുക. മേലിൽ ദൈവത്തിന്റെ മനസ്സിനൊത്തവണ്ണം നമുക്ക് ജീവിക്കാം. കർത്താവ് നമ്മളെക്കുറിച്ച് നല്ലത് പറയട്ടെ. മേലുദ്യോഗസ്ഥർ, നമ്മുടെ അയൽക്കാർ, നാട്ടുകാർ നമ്മളെക്കുറിച്ച് നല്ലത് കുറിച്ചിടട്ടെ.